നമസ്കാരം, അസ്സലാമു അലൈക്കും. എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നൂറുമേനി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് നൂറുമേനി വ്ളോഗിൻ ഫാമിലിയുടെ 1000 ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുകയാണ്. നമുക്ക് ഒരു കടായി ചിക്കൻ ഉണ്ടാക്കാം. 1.5 കിലോ ചിക്കൻ നമ്മൾ വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 സ്പൂണ് കാശ്മീരി ചില്ലി ക്രഷ് ചെയ്ത് വെച്ചിരുന്നതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ 1/2 സ്പൂണ് ഗരം മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് പെരട്ടി വെക്കാൻ പോവാണ്. ഒരു അരമണിക്കൂർ റെസ്റ്റിന് വേണ്ടി മാറ്റി വെക്കുകയാണ് നമ്മുടെ ചിക്കൻ. അടിപൊളിയായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് മാറ്റുക. ഇനി അതിലേക്ക് നമ്മൾ ചെയ്യുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ റെസ്റ്റിന്. നമ്മൾ കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഉണക്കമുളകും കൂടെ നമ്മൾ പൊട്ടിച്ച് അതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള നമ്മൾ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് പുരട്ടിയെടുക്കാം. നമ്മൾ അരമണിക്കൂർ റെസ്റ്റിന് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കടായി ചിക്കനാണ് ഉണ്ടാക്കുന്ന നമ്മുടെ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി നമ്മൾ മസാലയൊക്കെ തേച്ച് അരമണിക്കൂർ റെസ്റ്റിന് വേണ്ടി വെച്ചിരുന്നതാണ്. ആ ചിക്കനാണ് ഇപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മൾ ചെയ്തത് 1 കഷ്ണം കറുവാപ്പട്ട ഇട്ടു, 2 ഉണക്കമുളക് ഇട്ടു, പിന്നെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ച കുറച്ച് സവാള ഇട്ട് നല്ലപോലെ വഴറ്റിയതിനു ശേഷം നമ്മുടെ ചിക്കൻ റെസ്റ്റിന് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ കടായി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്, 2 ഇഞ്ച് നീളത്തിൽ 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, 25 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മഞ്ഞയും പച്ചയുമായിട്ടുള്ള ക്യാപ്സിക്കം 1.5 മുറി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കവും പകുതി ചെറിയ മഞ്ഞ ക്യാപ്സിക്കവും. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോഴത്തെ അടുപ്പ് നമ്മളൊന്ന് കത്തിക്കുകയാണ്. നമ്മൾ അതിലേക്ക് ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ആ കടായിലേക്ക് നമ്മൾ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി നമ്മുടെ എണ്ണയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വളരെ നൈസായിട്ടാണ് അത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പച്ചമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള 2 എണ്ണം അതും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കവും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി, ക്യാപ്സിക്കം എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടായിലേക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി നമുക്ക് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരിയുടെ മുളക് പൊടിയും നമുക്ക് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ 1 സ്പൂണ് നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. 1 സ്പൂണ് നല്ല ജീരകം, 1 സ്പൂൺ കുരുമുളക് ഇടുകയാണ്. ഒരു 10 സ്പൂൺ കുരുമുളക്, ഒരു ഉണക്കമുളകും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. ഒരല്പം മല്ലിപ്പൊടിയും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൊടിച്ച ആ കൂട്ട് നമ്മുടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പ് കട്ട തൈരും കൂടെ നമ്മൾ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ കടായിക്കുള്ള മസാല വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തടുപ്പി നമ്മുടെ ചിക്കനും വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചിക്കൻ നമ്മളെടുത്ത് ഇതിലേക്ക് ഈ തട്ടുകയുള്ളൂ. നമ്മുടെ കടായി അടിപൊളി ഒരു കടായി റെഡിയാവും. നമ്മുടെ ചിക്കൻ നമ്മൾ ആ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക്.
അവസാനമായിട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ഒരു കടായി ചിക്കൻ റെഡിയാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ പരീക്ഷിച്ച് നോക്കണം. നല്ല സൂപ്പർ കടായി ചിക്കൻ ആണ്. അടിപൊളിയായിരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ. ചെയ്യാത്തവർ ഇങ്ങനെ ഉണ്ടെന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. പിന്നെ എന്റെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. നിങ്ങളാണ് ഈ ചാനലിന്റെ കരുത്ത്. നിങ്ങളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളെ പ്രതീക്ഷിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ കണ്ട് തീർത്ത് കാണണം. വീഡിയോ തീർത്ത് കണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഇച്ചിരി പണികൾ ബാക്കിയുണ്ട്. നമ്മുടെ മല്ലിയിലയിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇൻഡിപെൻഡൻസ് ആശംസകൾ കൂടെ നേരുകയാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ, എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.